ഫിസിക്കൽ ഹെൽത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന നമ്മൾ അവോയ്ഡ് ചെയ്യുന്ന ഒന്നാണ് മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു വെച്ചിട്ടാണ് നമ്മൾ പലപ്പോഴും ട്രീറ്റ്മെൻറ്റ് എടുക്കാതിരിക്കുന്നത്. പക്ഷെ അത് റൂയിൻ ചെയ്യാൻ പോകുന്ന നമ്മുടെ ലൈഫാണ്. നമ്മൾക്കേ അറിയുള്ളൂ അതിൻ്റെ ഇൻറ്റൻസിറ്റി എന്തോരാണെന്നുള്ളത്. ഈ ആങ്സൈറ്റിയും ഡിപ്രഷനും എല്ലാം നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ മറ്റുള്ള ആൾക്കാർ ഇങ്ങനെ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നവരോട് പോയി പറയുന്ന കുറച്ച് കമൻസ് ഉണ്ട്. ദയവേത് അങ്ങനത്തെ കമൻസ് ഒഴിവാക്കുക. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രോബ്ലം കൊണ്ടല്ല അവർക്ക് അങ്ങനത്തെ ഒരു അസുഖം വരുന്നത്. ചിലപ്പോൾ അവരുടെ ന്യൂറോ ട്രാൻസ്മിറ്ററിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, ചിലപ്പോൾ അവർക്ക് ജനറ്റിക് ആയിരിക്കും, ചിലപ്പോൾ അവരുടെ ഫംഗ്ഷൻ ഓഫ് ബ്രെയിൻ അല്ലെങ്കിൽ സ്ട്രക്ചർ ഓഫ് ബ്രെയിൻ എന്തെങ്കിലും ഡാമേജ് ഉണ്ടായി കാണും, അല്ലെങ്കിൽ ചിലപ്പോൾ സ്ട്രെസ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിൻ്റെ പ്രോബ്ലം ആയിരിക്കും. ഇതെല്ലാം ഒരു ആൾക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന ഫാക്ടേഴ്സ് അല്ല. അതുപോലെ തന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ തെറാപ്പി എടുത്തു കഴിഞ്ഞാൽ അതുവഴി നമ്മുടെ ലൈഫ് ഇമ്പ്രൂവ് ആവും. നമ്മുടെ ലൈഫ് പഴയ രീതിയിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടി കടന്നു പോയ ഒരാളെന്നുള്ള നിലയ്ക്ക് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത് എനിക്ക് നിങ്ങളോട് നല്ലതായിട്ട് പറയാൻ പറ്റും. മെൻ്റൽ ഹെൽത്ത് ഒരിക്കലും നമ്മൾ ഇഗ്നോർ ചെയ്യരുത്. ബിക്കോസ് മെൻ്റൽ ഹെൽത്ത് ഈസ് ആസ് ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആസ് ഫിസിക്കൽ ഹെൽത്ത്.